ജസ്റ്റ് ഒന്ന് ഫ്രഷായി. അപ്പോ നമ്മളിനി പോകുന്നത് മഴയത്താണെങ്കിലും നമ്മള് ജീപ്പ് ട്രക്കിങ്ങിനാണ് പോകുന്നത്. അപ്പോ അതിന് വേണ്ടിയിട്ട് ജീപ്പിന്റെ അടുത്തോട്ട് അല്ലെങ്കിൽ ജീപ്പ് കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. കാണുന്നത് ഇവരുടെ ഒരു റിസപ്ഷൻ മാതിരി അല്ലെങ്കിൽ ഒരു ഹോള് പോലെ പറയാം. ഈ കാണുന്നതാണ് നമ്മുടെ ജീപ്പ്. ഇതിലാണ് നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ആ കാണുന്ന പൂള് വിജയ് ചേട്ടനും ബാക്കി വോയിസ് പ്രോസസ്സിലെ ആൾക്കാരൊക്കെ പറക്കാട്ട് റിസോർട്സിന്റെ പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രക്കിങ്ങിനും ബാക്കി ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് നമ്മളിത് ജീപ്പിൽ കയറി താഴോട്ട് പോവുകയാണ് ഗൈസ്. താഴോട്ട് മീൻസ് കുത്തിറക്കമാണ് ഗൈസ്. കുറേ ദൂരമുണ്ട്. ഇത് ഹെയർ പിൻ വളവ് മാതിരിയൊക്കെ പോകുന്ന റൂട്ടാണ്. നല്ല കുത്തിറക്കമാണ്. ഈ ഇവിടുത്തെ ജീപ്പ് ഡ്രൈവർമാരെ സമ്മതിക്കണം കേട്ടോ. They have got amazing skills. ഇതിലേ പോയി പോണോ അല്ലേ? മഴ കൊള്ളാൻ തന്നെ പോണ് ഗൈസ്. അതുകൊണ്ടോ നമ്മൾ റോപ്പിൽ കയറാൻ പോണ് ഗൈസ്. ഈ റോപ്പിൽ കൂടെ പോകുന്ന വഴി താഴെയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഇത് കാണാൻ അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ഒന്നത് മഴയാണ്, അതുകൊണ്ട് തന്നെ സൂപ്പറായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു റോപ്പിലുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്ത ടീം പറഞ്ഞത് ഇവിടെ ഒരു ഗുഹയുണ്ട്, ഗുഹയിനകത്ത് പല സാധനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതുവഴി അങ്ങോട്ട് പോകാനായിട്ടുള്ള പോക്കാണ് ഗൈസ്. അപ്പോ അവിടെ ഇനി പോകണ്ട ഗൈസ്. നമുക്കിനി സീറ്റ് ഉണ്ടോ ഗൈസ്? ഒരു ഇരിപ്പിടം, അതിനായിട്ട് വെള്ളച്ചാട്ടം. അവിടെയാണൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രാങ്ക് പറ്റിച്ചത്. അപ്പോ നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഒരു റൂമാണ് ഗൈസ്. മനോഹരമായ കൈവരികളും അതേപോലെ പടികളൊക്കെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന നാച്ചുറൽ റിസോഴ്സിനെയൊന്നും ഒരിക്കലും കളയാണ്ട് വെട്ടി നശിപ്പിക്കാണ്ട് അത് അത്രയും മാക്സിമം ഒരു യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇങ്ങനെയുള്ള മനോഹരമായ വഴികൾക്ക് പുറമെ ഇവിടെ കേവ് റൂം എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. കേവ് റൂം നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അവിടെ പൂട്ടിയിരുന്നത് കൊണ്ട് സാധിച്ചില്ല. ഇത് ഓരോരുത്തർ കയറാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ കയറിയിട്ടേ പോകുള്ളൂ. റോക്ക് സൈക്ലിംഗ് അത്ര വലിയതായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കത് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഇനി എന്താണ് ബാക്കിയുള്ളത് നോക്കാം. ആനയും ഉണ്ട് ഗൈസ്. നേരത്തെ നമ്മൾ സിംഹത്തിനെ കണ്ടു, ഇപ്പോൾ ആനയും കാണുന്നു. സൂപ്പർ ഒരു സാധനമാണ് ഗൈസ്. കൊള്ളാം. ആനയുടെ വയറ്, വാല് എല്ലാം കണ്ടു ഗൈസ്. ഓക്കെ, വേറൊരു സാധനം അതാ വിളിക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്ന ഞാൻ പോകുന്നു ഗൈസ്. മഴയായതുകൊണ്ട് വഴിയിൽ കൂടെ തന്നെ നല്ല വെള്ളം ഒലിച്ച് വരുന്നുണ്ട്. അത് കാണാൻ നല്ല നല്ല രസമാണ് ഗൈസ്. ഇതേ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇനി നമ്മൾ അടുത്ത് പൂളിൻ്റെ അടുത്തേക്ക് പോവാണ്. നല്ല മഴയാണ്, ഇപ്പോഴും മഴ കുറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം ഇനി പൂളിൻ്റെ അടുത്തേക്ക് പോകും. പൂളിൽ ചെറിയൊരു പൂളേ ഉള്ളൂ ഇവിടെ, അല്ലാണ്ട് വേറെ വലിയ പൂളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര പേർക്ക് അതിലേക്ക് കയറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ഒന്ന് കയറി നോക്കാം. ഞാൻ അങ്ങോട്ട് പോവാണ്. ഇതാണ് പൂള്.
പൂളിലേക്ക് പോവാണ്. ആനയുടെ തുമ്പിക്കയിൽ നിന്ന് വെള്ളം വീഴുന്നു. ആ പൂളിലാണ് നമ്മളിരിക്കുന്നത്. ആൽബിൻ കിടക്കുന്നുണ്ട്. ആൽബിൻ തണ്ണീര് കിടക്കുകയാണ്. ജാക്ക് കളിക്കുന്നു. ജിജോ വേണ്ടി ജാക്ക് കളിക്കുന്നു. ഇതാണ് പൂള്. ഇത്ര ഉള്ള പൂള്. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മൾ. അങ്ങനെ ഞാൻ പൂളിലിറങ്ങി. ഞാൻ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നു അവിടെ നിന്നിട്ട്. പൂളിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്താണെന്ന് തോന്നുന്നു. ഏതായാലും കൊള്ളായിരുന്നു ഗൈസ് പൂൾ. ഗൈസ് നമ്മൾ പൂളിലൊക്കെ കളിച്ചിട്ട് പിന്നെ ഫ്രഷായി, ഒന്നുകൂടെ ഫ്രഷായി. എന്നിട്ട് ഇനി ചായ പിടിക്കാൻ പോവാണ്. ചായ എന്ന് പറയുന്നത് 5:30 തൊട്ട് 6:30 വരെയാണ് നമ്മുടെ ചായ ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ 6:48. അപ്പൊ എന്തായാലും ചായ പെട്ടെന്ന് തീരാറായി തോന്നുന്നു. പെട്ടെന്ന് പോയേ പറ്റുള്ളൂ. പക്ഷെ മഴ നമ്മൾ ചതിക്കുകയാണ് പിന്നെയും ഗൈസ്. എന്ന് വെച്ചാൽ ഫുൾ മഴയാണ്. രാവിലെ തൊട്ട് രാത്രി വരെ മഴയാണ്. ഒരു രക്ഷയില്ല. പിന്നെ ഈ മഴയത്ത് പോലും നമുക്കിതേ ആ കാണുന്ന റോഡ്, ആ കാണുന്ന വഴിയിലേക്കാണ് നമുക്ക് ചായ കുടിക്കാൻ പോകേണ്ടത്. എന്നിട്ട് പോലും ഈ മഴ കാരണം നമുക്ക് പോകാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ദുഷ്കരമാണ് നമ്മുടെ അവസ്ഥ. ഇതേ വരുന്ന ഇനി നമുക്ക് ചായ കുടിക്കാൻ പോവാം. ചായ കിട്ടി, പക്ഷെ ചതിച്ചു. നമുക്ക് കടിയൊന്നും കിട്ടിയില്ല. അതിൻ്റെ വിഷമമാണ്. ചായ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. നമ്മൾ പിന്നെ റിസപ്ഷനിലോട്ട് വന്നു. ഇവിടെ ഐ ലവ് പറക്കാട്ടെന്ന് എഴുതി വെച്ചിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഗൈസ്. സൂപ്പറാണ്. നമ്മൾ DJ എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. DJ ഇവിടെ 7:30 തുടങ്ങുമെന്ന് പറഞ്ഞു. നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചുതരാം. ഇതാണ് സെറ്റപ്പ്, DJ സെറ്റപ്പ്. എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഗൈസ്. DJ തുടങ്ങുവാണ് ഗൈസ്. DJ തുടങ്ങുകയാണ്. ഇപ്പോഴാണ് ലൈറ്റ് ഓഫ് ചെയ്തത്. പൊളിയായിട്ടുണ്ട്. ഗൈസ് DJ ഒക്കെ കഴിഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാരും കിടന്ന് അടിച്ച് കുടുംബത്തിൽ കളിച്ച് പൊളിച്ച് അടുക്കിയിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ റൂമിലോട്ട് വന്നു. നമ്മളിപ്പോ ഡിന്നർ തുടങ്ങുന്നത് 9:30-ക്കാണ്. അപ്പോ അതുവരെ വെയിറ്റിംഗ് ആണ്. പിന്നെ റൂമിലേക്ക് വന്നപ്പോ ഞാനൊരു സംഭവം കണ്ടു. ഇതാണ് സംഭവം. ഈ റൂമിന് ഇടയ്ക്ക് തന്നെ ഈ സ്റ്റോൺസ് അല്ലെങ്കിൽ ഈ കേവ് എന്നുള്ളൊരു സംഭവം ഇവർ കൊത്തിയെടുത്ത് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. നല്ല പ്രസന്റേഷനാണ് ഇവർ നൽകുന്നത്. കൊള്ളാം. നല്ല ആംബിയൻസ് ഉണ്ട്. നല്ല സംഭവം ഗൈസ്. അങ്ങനെ ഡിന്നർ കഴിച്ചിരിക്കുകയാണ്. ഡിന്നർ ഫസ്റ്റ് ഓഫ് ഓൾ മറ്റേ നമ്മുടെ ഉച്ചയ്ക്ക് കഴിച്ച ഇതൊക്കെ തന്നെയാണ്, ആ മെനു ഒക്കെ തന്നെയാണ് രാത്രിയും ഉള്ളത്. ഡിഫറെന്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് എന്താണ് മസാല ദോശ, അല്ല ഗീ റോസ്റ്റ്, അതേപോലെ അപ്പം, ഇതെല്ലാം അപ്പം ഒക്കെ ചുട്ടു കൊടുക്കുന്ന പരിപാടി ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് മാത്രമേ ഉച്ചയ്ക്കത്തെ ഫുഡിൽ നിന്ന് ഒരു ഡിഫറൻസ് ഇവിടെ വന്നുള്ളൂ. പക്ഷെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് നമ്മൾ കഴിച്ചു തീർക്കുന്നത്. നല്ല രുചി ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു കിക്കിൽ ഇവിടെ ഇരിക്കുകയാണ്. കഴിഞ്ഞിട്ടാണ് ഇനി റൂമിൽ പോകാൻ. ഞാൻ ഒരു സംഭവം കഴിച്ചു കഴിച്ചു.
ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ, ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ഉണ്ട്. എല്ലാവരും അവസാനത്തെ ഘട്ട കഴിക്കുന്ന തിരക്കിലാണ്. റെസ്റ്റോറൻറ്റ് ഇപ്പോഴും തിരക്കിലാണ്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും റൂമിൽ പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നമുക്കിനി കണ്ടറിയണം. ഗൈസ്, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ വന്ന് സുഖം സ്വസ്ഥമായി ഉറങ്ങാൻ പോകണം. ഗൈസ്, ഗുഡ് മോർണിംഗ്. ഓ ഗൈസ്, ഇന്നിപ്പോ മഴയാണ്, എന്നാലും നേരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ആ ടീ പ്ലാന്റേഷൻസ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, എന്നെ കാണാൻ സാധിക്കുന്നു. അതെ, അതേപോലെ തന്നെ ടീ പ്ലാന്റേഷൻസ് എല്ലാം സൂപ്പറായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ സൂപ്പറായിട്ടുണ്ട്. അടിപൊളി വ്യൂ കേട്ടോ. ഇതിപ്പോ നമ്മള് -1 കഴിഞ്ഞിട്ട് ഉള്ള താഴത്തെ റൂമാണ്. അപ്പോൾ ഈ വ്യൂ മണ്ടലത്തെ റൂംസ്, മുകളിലത്തെ റൂംസ് എന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ വ്യൂ ആയിരിക്കും. ഇതിനേക്കാൾ നല്ല വ്യൂ ആയിരുന്നു. ബട്ട് ഇറ്റ്സ് വർത്ത് സീയിങ് ഇറ്റ്. സൂപ്പർ വ്യൂ ആണ്. 10 മണി വരെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കഴിക്കാൻ പോകണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആയിരിക്കും. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഓ, സൂപ്പറായിട്ടുണ്ട് ഗൈസ്. രാവിലത്തെ ഫുഡാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തരം ഐറ്റവും ഉണ്ട്. അടിപൊളിയായിരുന്നു രാവിലത്തെ ഫുഡ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. റൂം ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ മുകളിൽ ചെന്ന റിസപ്ഷനിൽ നിന്ന് എല്ലാ ഗ്രൂപ്പ് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് വണ്ടി കയറി പോകണം. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഫോട്ടോഷൂട്ടിലാണ്. ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ട്രിപ്പിന് വന്ന് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തു ഗൈസ്. 5 പ്രൊജക്റ്റിലെ ആൾക്കാർ ഉൾപ്പെട്ടതായിരുന്നു നമ്മുടെ ട്രിപ്പ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുവാണ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി ഇറങ്ങിയാൽ മതി. മഴ ആയതുകൊണ്ടുള്ള ലാഗിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ലഞ്ച് നമ്മൾ പാഴ്സൽ തരുമെന്ന് പറഞ്ഞു. പിന്നെ ഗൈസ്, ഇവിടെ പറക്കാട്ട് ജ്വല്ലറി അവരുടെ തന്നെയാണ് ഈ റിസോർട്ടും വരുന്നത്. അപ്പോൾ ജ്വല്ലറിയുടെ ഭാഗമായിട്ട് ഇവരിവിടെ കുറച്ച് ഇതൊക്കെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ജ്വല്ലറീസിൻ്റെ ഇതൊക്കെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചെറുതായിട്ട് ഇവർ ഇവിടെ മെയിൻ ലോബിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ വ്ളോഗിന്റെ അവസാനത്തിലേക്ക് കിടക്കുകയാണ് ഗൈസ്. പറക്കാട് റിസോർട്ട്സിന്റെ ആനയും സിംഹത്തെയും ഒക്കെ വിട്ടിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ പറക്കാട് റിസോർട്ട്സ്. അങ്ങനെ ഗൈസ്, നമ്മൾ തിരിച്ച് നമ്മുടെ പറക്കാട്ട് പൊളിയായിരുന്നില്ലേ? അതെ. വരുന്ന വഴി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചായിരുന്നു. ഫുഡ് മേടിക്കാൻ നിന്ന ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു റീലൊക്കെ എടുത്തു. ഇതെല്ലാവരും പുറത്തിറങ്ങി നിൽക്കൊണ്ട് ഇതാണ് ടൂറ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എല്ലാവരുടെയും. ഹായ് ഗൈസ്, അപ്പോൾ വലിയൊരു സന്നാഹവുമായി പോയ നമ്മൾ ഇപ്പോൾ 4 പേരായിട്ട് നമ്മുടെ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ട് ഊബറിനാണ് വന്നത്. കാരണം നല്ല മഴയായിരുന്നു, കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനും വണ്ടിയില്ല. സോ തിരിച്ച് ഊബർ ബുക്ക് ചെയ്തിട്ട്
വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ വ്ളോഗ് അവസാനിക്കുകയാണ്. ഇനിയൊന്നും പറയാനില്ല. നമ്മൾ ട്രിപ്പ് കഴിഞ്ഞു. എന്തായാലും അടിപൊളിയാണ് ഉള്ളത്. മിയാദി സൈനിങ് ഓഫ് ഫ്രം ലുലു സൈബർ ടവർ 1.